കണ്ണൂരിൽ BLO അനീഷ് ആത്മഹത്യ ചെയ്തതിൽ CPM-നെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിന് CPM അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. ഫോൺ സംഭാഷണം തെളിവായിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അനീഷിനെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. SIR-നെതിരെ KPCC സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന വിവരവുമുണ്ട്. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. പയ്യന്നൂരിലെ BLO അദ്ദേഹത്തിന് ജോലി ഭാരം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. കോൺഗ്രസിന്റെ BLA കൂടെ കൂട്ടിയതിന്റെ പേരിൽ അദ്ദേഹത്തെ CPM-ന്റെ BLA ഭീഷണിപ്പെടുത്തുകയും അതിന്റെ പേരിലുള്ള ടെൻഷൻ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ BLA കൂട്ടി വീടുകൾ സന്ദർശിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലഘുലേഖ പ്രചരിപ്പിച്ചു വിതരണം ചെയ്തു എന്നതിന്റെ പേരിൽ കള്ള പരാതി കൊടുത്ത് ബുദ്ധിമുട്ടിലാക്കുമെന്ന് CPM-ന്റെ ആളുകൾ പറഞ്ഞിരുന്നുവെന്ന് ഈ അനീഷിന്റെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. കേരളത്തിൽ അസമയത്ത് അന്യായമായിട്ട് നടത്തുന്ന SIR അത് ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയെ സാരമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഞങ്ങൾ അധികാരികളുടെ മുൻപിൽ സുപ്രീം കോടതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. സുപ്രീം കോടതി വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കാലത്ത് തന്നെ ഞാൻ തന്നെ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. SIR-ന്റെ പേരിൽ പയ്യന്നൂരിൽ നടന്ന BLOയുടെ ആത്മഹത്യ വളരെ ഗൌരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. കാരണം അതിൽ CPM പ്രവർത്തകരുടെ പങ്കുകൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിന്റെ BLAയെ ഈ SIR-ന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ UDF അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. BJP ദുരുദ്ദേശത്തോടുകൂടി SIR നടപ്പാക്കുമ്പോൾ ആ ദുരുദ്ദേശത്തെ പ്രായോഗിക തലത്തിൽ വേറൊരു തരത്തിൽ നടപ്പാക്കുകയാണ് CPM കേരളത്തിൽ ചെയ്യുന്നത്. ഇതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. നിയമപരമായും രാഷ്ട്രീയമായും SIR വഴി നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഒരു സംശയമില്ല കാര്യം. വിവരങ്ങളുമായി ഋഷിപാൽ. ഇന്നലെ പ്രാദേശികമായി നേതാക്കൾ നടത്തിയിരുന്ന പ്രതികരണമാണിന്നിപ്പോൾ സംസ്ഥാന നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. CPM പ്രവർത്തകർക്ക് പങ്കുണ്ട് ഭീഷണിപ്പെടുത്തലിൽ എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന്. BLOമാർ വീടുകൾ തോറും പോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം തേടാറുണ്ട്. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തനെ കൂടെ കൂട്ടിയപ്പോൾ CPM പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ശബ്ദ സംഭാഷണം തെളിവായി ഉണ്ടെന്നുള്ളത് ഇന്നലെയും പറയുന്നുണ്ട്. അത് പുറത്തുവിടുമെന്നാണോ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്? ഋഷിപാൽ. സ്മൃതി, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം അത് കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ കൈവശമുണ്ട്. ഒരുപക്ഷെ ഏറെ വൈകാതെ തന്നെ ആ ശബ്ദം അവർ പുറത്തുവിട്ടേക്കും. ആ ശബ്ദത്തിൽ CPM-ന്റെ ചില പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത BLOയെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ബൂത്ത് ലെവൽ ഏജന്റ്, അത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ ബൂത്ത് ലെവൽ ഏജന്റ് ഈ BLOയെ SIR-ന്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചു എന്നാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. ബൂത്ത് ലെവൽ ഏജന്റുമാർ നിർബന്ധമായും ബൂത്ത് ലെവൽ ഓഫീസർമാർക്കൊപ്പം ഈ SIR-ന്റെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ഒപ്പമുണ്ടാകണമെന്നതാണ്. കാരണം ബൂത്ത് ലെവൽ ഏജന്റുമാർക്കാണ് കൃത്യമായി വോട്ടർമാരെ അറിയാൻ കഴിയുക. അവരുടെ സഹായമില്ലാതെ SIR നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗങ്ങളിൽ ആവർത്തിച്ച് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനടക്കം സംസ്ഥാനത്തെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ചെയ്ത ഈ BLO ബൂത്ത് ലെവൽ ഏജന്റിനെ സമീപിക്കുകയും ഒപ്പം കൂട്ടുകയും ചെയ്തു. അങ്ങനെ കൂട്ടി അവിടെ വീടുകൾ സന്ദർശിച്ചതിന്റെ പേരിൽ ഭീഷണി CPM ഭാഗത്തുനിന്നുണ്ടായി എന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉയർത്തുന്നത്. അതീവ ഗുരുതരമായ ആരോപണമാണ്. എന്തായാലും ഈ ആരോപണത്തിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആ ശബ്ദം കൂടി പുറത്തു വന്നാൽ കൂടുതൽ ഗൗരവമാകും. ശബ്ദം ഏറെ വൈകാതെ കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ പുറത്തേക്ക് വിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.